ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം. പ്ലാനിങ് അതിനെ പറ്റിയ ആളെ എനിക്കറിയാം. ഞാൻ പറഞ്ഞ ആള്. എന്താ പ്ലാനിങ്ങിനാണോ? ഫസ്റ്റ് സ്റ്റേജ് KCT എക്സാമിനേഷൻ, ഇറ്റ്സ് ഓവർ. സെക്കൻഡ് സ്റ്റേജ് ഡോക്യുമെൻ്റ് അപ്ലോഡിങ്, ഇറ്റ്സ് ഓൾസോ ഓവർ. ഇനിയാണ് പ്ലാനിങ് ആരംഭിക്കേണ്ടത്. ജൂൺ ലാസ്റ്റോടു കൂടിയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. +2ൻ്റെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോയ്സ് എൻട്രി ചെയ്യുക. നമ്മൾ കോളേജ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അത് അപ്രൂവലായ കോളേജുകളാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി ജൂലൈ ലാസ്റ്റോടു കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക. ആ സമയത്ത് നമുക്ക് ചോയ്സ് എൻട്രി ചെയ്ത കോളേജുകൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓഗസ്റ്റിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഗവൺമെൻറ് കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രൈവറ്റ് കോളേജുകളിൽ മെറിറ്റ് ബേസിൽ 60% സീറ്റുകളാണ് നമുക്കുള്ളത്. 2 ലക്ഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും. ഇനി 1 ലക്ഷത്തിന് താഴെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നവർക്ക് ടോപ്പ് ലെവൽ കോളേജസുകളായ സെൻറ്റ് ജോൺസ്, സെൻറ്റ് മർത്ത, സെൻറ്റ് ഫിലോമിനാസ്, JSS, ഫാദേഴ്സ് മുള്ളേഴ്സ് പോലുള്ള കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കും. ആ പോകല് പ്ലാനിങ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് പ്രൊസീജിയർ.